ഹായ് ഓൾ, ലേണിംഗിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ കാട്ടിലെ കളികൾ എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. അർത്ഥം കണ്ടെത്താനാണ് ആദ്യത്തെ പ്രവർത്തനം. കന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലികൾ, കന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കുട്ടി എന്നാണ്. തനൂജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ എന്നാണ്. നന്ദതനുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദൻ്റെ മകൻ എന്നാണ്, അതായത് ശ്രീകൃഷ്ണൻ. കാനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്, വനം എന്നാണ്. ഭോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം. നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുതി അല്ലെങ്കിൽ വിചാരിച്ചു എന്നാണ്. ചാല എന്ന പദത്തിൻ്റെ അർത്ഥം നന്നായി എന്നാണ്. ബാലകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്നാണ്. ലീലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളികൾ. കേകി മയിൽ അല്ലെങ്കിൽ മയൂരം. കോകിലം എന്നാൽ കുയിൽ എന്നാണ്. ഛായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഴലാണ്. ആക്കം തക്കം. അന്നങ്ങൾ അരയന്നങ്ങൾ. മാറ്റൊലി പ്രതിധ്വനി അല്ലെങ്കിൽ മുഴക്കം എന്നാണ്. പേശുക എന്നാൽ പറയുക എന്നാണ്. വാനരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങൻ എന്നാണ്. അടുത്ത പ്രവർത്തനം താരതമ്യം ചെയ്യാം. കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ ഏതെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത്? നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: കണ്ണനും കൂട്ടുകാരും കാട്ടിൽ പോയി കുസൃതി നിറഞ്ഞ കളികളാണ് കളിക്കുന്നത്. മയിൽ കൂകുമ്പോൾ ഒപ്പം കൂകിയും കുയിലുകൾ പാടുമ്പോൾ അവയോടൊപ്പം പാടുകയും ചെയ്യുന്നു. പക്ഷികളുടെ നിഴൽ പിടിക്കാൻ ഓടുകയും അരയന്നങ്ങളുടെ പിന്നാലെ നടന്ന് അവയെപ്പോലെ കരയുകയും ചെയ്തു. സ്വന്തം നിഴലിനോട് സംസാരിച്ചും ഒച്ച വയ്ക്കുമ്പോഴുള്ള മാറ്റൊലി കേട്ടും കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചും അവർ കളിച്ചു. ഇത്തരം കളികളൊന്നും ഞങ്ങൾ കളിക്കാറില്ല. ഓടിക്കളിക്കുന്നത് തന്നെ കുറവാണ്. പണ്ടത്തെ കളികളോടൊക്കെ ഇന്ന് ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും മൊബൈൽ ഗെയിമുകളോടാണ് ഇഷ്ടം. എങ്കിലും ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കാറുണ്ട്. കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കളികളിലും ഉണ്ടായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: കളിയഴക് വരിയഴക്. കേകികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാൽ കോകിലം പാടുമ്പോൾ പാടുകയും. മുകളിൽ കൊടുത്ത വരികൾ വീണ്ടും വായിക്കൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്? ഇതുപോലെയുള്ള കൂടുതൽ സന്ദർഭങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തുക. ഉത്തരം: കുട്ടികൾ മയിൽ കൂകുമ്പോൾ ഒപ്പം കൂകുകയും കുയിലുകൾ പാടുമ്പോൾ അവയോടൊപ്പം പാടുകയും ചെയ്യുന്നു. പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായാക്ക മേയെല്ലാവരും മൂടിയോടി. അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നത്തെ പോലെ കരഞ്ഞു പിന്നെ. വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വല പിടിച്ചു വലിച്ചും പിന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ കളിമോഹങ്ങൾ. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ? ഏതെല്ലാം? എന്തുകൊണ്ടാവാം അതിനു കഴിയാത്തത്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പറഞ്ഞവതരിപ്പിക്കൂ. എൻ്റെ കളിമോഹങ്ങൾ എന്ന ഒരു കുറിപ്പായി എഴുതൂ. ഓരോരുത്തർക്കും ഓരോ കളിമോഹങ്ങളാണ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു കാര്യമാണ് പറയുന്നത്. ഇത് ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് വ്യത്യസ്തമാവാം, അതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ ഞാൻ എഴുതുന്നത്: ക്രിക്കറ്റ് എനിക്കിഷ്ടമാണ്. പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ചാൽ ടി വിയിൽ ക്രിക്കറ്റ് കാണാൻ അമ്മ അനുവാദം തരും. എനിക്കൊരു നല്ല ക്രിക്കറ്റ് കളിക്കാരനാകണമെന്നുണ്ട്. എന്നാൽ അതിനുള്ള വലിയ കളിസ്ഥലമോ കളിക്കാനുള്ള ഉപകരണങ്ങളോ ഇല്ല. മാത്രമല്ല നല്ലൊരു കളിക്കാരനാകാൻ മികച്ച പരിശീലനം ആവശ്യമാണ്. ഇപ്പോൾ അതിനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മോഹം ഉപേക്ഷിച്ചിട്ടില്ല. എന്നെങ്കിലും എനിക്കത് സാധ്യമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.